സ്മാർട്ട് ഫോൺ ഇല്ലാത്ത ഒരു ലോകത്തെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയുമോ? ഇപ്പോൾ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ പിടിച്ചാൽ അത് മാന്യതയായാണ് കണക്കാക്കുന്നത്. എന്നാൽ ഒരു 10 വർഷങ്ങൾക്ക് അപ്പുറം അത് ഔട്ട് ഓഫ് ഫാഷൻ ആകും. ടച്ച് സ്ക്രീൻ പൂർണ്ണമായും അപ്രത്യക്ഷപ്പെടും. അപ്പോൾ എന്തായിരിക്കും അതിന് പകരമായി വരുന്നതെന്നും ഭാവിയിൽ നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമാകുന്നത് എന്താണെന്നും ഈ വീഡിയോയിലൂടെ നോക്കാം. സ്മാർട്ട് ഫോൺ വിപണി അതിന്റെ ഉച്ചകോടിയിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ വീണ്ടും വികസിപ്പിക്കുന്ന സ്മാർട്ട് ഫോണിലെ ഓരോ ഘടകവും പ്രൊഫഷണലുകൾക്ക് പോലും ആവശ്യമില്ലാത്ത റേഞ്ചിലാണ്. എല്ലാ മോഡലുകളും ഏറെക്കുറെ ഒരേപോലെ തന്നെയാണ്. ക്യാമറയിലും സ്പീഡിലും ബാറ്ററിയിലുമാണ് ചെറിയ അപ്ഗ്രേഡുകൾ ഉണ്ടാകുന്നത്. എന്നാൽ സാങ്കേതിക വിദ്യക്ക് ഇവിടം കൊണ്ട് നിൽക്കാൻ കഴിയില്ല. മൊബൈലുകൾ വന്നപ്പോൾ ലാൻഡ് ലൈൻ ഫോണുകൾ അപ്രത്യക്ഷമായതുപോലെ നിലവിലെ സ്മാർട്ട് ഫോണുകളുടെ ഇടം മികച്ച സാങ്കേതിക വിദ്യകൾ എത്തി കൈവശമാകും. അതിലെ ഏറ്റവും മുന്നിൽ എത്തിയിരിക്കുന്നത് സ്മാർട്ട് ഗ്ലാസും ഓഗ്മെന്റഡ് റിയാലിറ്റിയുമാണ്. ആപ്പിൾ, മെറ്റ, ഗൂഗിൾ തുടങ്ങിയ മുൻനിര കമ്പനികൾ AR ഗ്ലാസുകളുടെ ഗവേഷണത്തിലാണ്. ഒരു സ്ക്രീനിലേക്ക് നോക്കുന്നതിന് പകരം നിങ്ങളുടെ സ്പെക്സിന്റെ ഗ്ലാസ് കണ്ണിന് മുൻപിൽ സകല കാര്യങ്ങളും കാണിച്ചു തരും. മാപ്സ്, മെസ്സേജസ്, എന്തിനും മൂവി വരെ. അതിനർത്ഥം നിങ്ങളൊരു ഫോൺ കയ്യിലോ പോക്കറ്റിലോ വഹിക്കേണ്ടി വരില്ല. നിങ്ങളുടെ ഗ്ലാസ് തന്നെ ഡിസ്പ്ലേ ആകും. രണ്ടാമത് ദേഹത്ത് ധരിക്കുന്ന ഡിവൈസുകളാണ്. സ്മാർട്ട് വാച്ച് അതിന്റെ തുടക്കം മാത്രമാണ്. ഭാവിയിൽ AI സാങ്കേതിക വിദ്യയോടെ ശരീരത്തിന്റെ ആരോഗ്യസ്ഥിതി പരിശോധിക്കുകയും വോയിസ് കമാൻഡിലൂടെ കോൾ ചെയ്യുകയും പേയ്മെന്റ് നടത്തുകയും ഒക്കെ ചെയ്യാവുന്ന വിയറബിൾസ് വരും. സ്മാർട്ട് ഫോണിന്റെ 99% കാര്യങ്ങളും അതിനു പുറമെ ഉള്ള സൗകര്യങ്ങളും ഇതിലുണ്ടാകും. ചില കമ്പനികൾ ചെവിയോട് ചേർത്ത് വെക്കാവുന്ന AI അസിസ്റ്റന്റായി പ്രവർത്തിക്കുന്ന ചെറിയ ഡിവൈസുകളുടെയും സ്കിൻ ബേസ്ഡ് സെൻസറുകളുടെയും വികസനത്തിലാണ്. മൂന്നാമതായി വരുന്നത് വോയിസ് അസിസ്റ്റന്റുകളാണ്. സ്ക്രീനിൽ ടൈപ്പ് ചെയ്തും മറ്റും ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന കാലം മാറി വരികയാണ്. ആളുകൾക്ക് വോയിസ് കമാൻഡുകൾ നൽകാനാണ് കൂടുതൽ ഇഷ്ടം. സിരി, ഗൂഗിൾ അസിസ്റ്റന്റ്, അലക്സ ഒക്കെ അതിലേക്കുള്ള ആദ്യ ചുവടുവെപ്പുകളാണ്. ഈ രംഗത്ത് കൂടുതൽ വികസനം ഉണ്ടാകുന്നതോടെ എല്ലാ ഉപയോഗങ്ങൾക്കും കമാൻഡ് നൽകിയാൽ മതിയാകും. നിങ്ങൾ പറയുന്ന ആശയങ്ങൾ വെച്ച് AI അസിസ്റ്റന്റ് തന്നെ മെസ്സേജുകൾ ടൈപ്പ് ചെയ്ത് അയച്ചോളും. ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാൻ ആവശ്യപ്പെട്ടാൽ ഡിവൈസ് തനിയെ അതിനുള്ള വെബ്സൈറ്റിൽ പ്രവേശിച്ച് ഏത് റേറ്റിന്റെ ഏത് സൗകര്യത്തിന് ഉള്ളത് ബുക്ക് ചെയ്യണമെന്ന് നിങ്ങളോട് ചോദിക്കും. ഏത് ഭാഷയിലുള്ള കാര്യങ്ങളും ലൈവായി നിങ്ങളുടെ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്ത് നൽകും. നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ പോലും ബുദ്ധിപരമായ നിർദ്ദേശങ്ങൾ നൽകും. ഈ ഒരു സാങ്കേതിക വിദ്യ ജനങ്ങളുടെ കയ്യിൽ ഇതിന് കൂടുതൽ സ്വാഭാവികമായ രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ അതിന് 6G ആണ് ആവശ്യമായിരിക്കുന്നത്. 6G വരുന്നതോടെ ഒരു സെക്കൻഡിന്റെ ഡിലേ പോലും ഇല്ലാതെ നിർമ്മിത ബുദ്ധി പ്രവർത്തിക്കും. നാലാമതായി സ്ഥാനം പിടിക്കുന്നത് ഹോളോഗ്രാഫിക് ഡിവൈസുകളാണ്. ഒരു ഫോൺ സ്ക്രീൻ തുറന്നു നോക്കുന്നതിന് പകരം നിങ്ങൾക്ക് വായുവിൽ ഒരു 3D ഹോളോഗ്രാം പ്രൊജക്ട് ചെയ്യുവാൻ കഴിയും. ഒരു വീഡിയോ കോൾ ചെയ്യുമ്പോൾ ആ വ്യക്തി നിങ്ങളുടെ സ്പേസിൽ ഉള്ളതുപോലെ നിങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് സംസാരിച്ചാൽ എങ്ങനെയിരിക്കും? ഈ സാങ്കേതിക വിദ്യ ലാബുകളിൽ പരീക്ഷിച്ച് വിജയിച്ചു കഴിഞ്ഞു. സ്മാർട്ട് ഫോൺ മാറ്റി ഈ സാങ്കേതിക വിദ്യകൾ എത്തുന്നതോടെ ജീവിത രീതിയിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. 200 ഗ്രാമുള്ള ഫോണുകൾ പോലും കൊണ്ടു നടക്കാൻ ആളുകൾക്ക് മടിയാകും. ജോലി സംബന്ധമായ കാര്യങ്ങളും ആശയവിനിമയവും വിനോദവും നിങ്ങളുടെ മുഖത്ത് ധരിക്കുന്ന ഗ്ലാസുകളും അതിനൊപ്പം ചെവിയിൽ ഘടിപ്പിക്കുന്ന ചെറിയ AI അസിസ്റ്റന്റും നിയന്ത്രിച്ചോളും. സ്മാർട്ട് ഫോണിൽ ചെയ്യുന്ന പേയ്മെന്റ്സ്, IDs, ടിക്കറ്റ്സ് ഉൾപ്പെടെയുള്ള ഓരോ കാര്യങ്ങളും ഈ ഡിവൈസുകൾ ചെയ്തുകൊള്ളും. നിങ്ങളുടെ കണ്ണിന് മുൻപിൽ കാണുന്ന കാര്യങ്ങളോട് എങ്ങനെ പ്രതികരിക്കണമെന്ന് പോലും നിങ്ങൾക്ക് നിർദ്ദേശം നൽകും. ChatGPT സിൻഡ്രോം എന്ന് ഇന്ന് വിശേഷിപ്പിക്കുന്ന കാര്യം 6G വരുന്നതോടെ എല്ലാവരിലേക്കും എത്തും. പക്ഷേ ഇത് സാധാരണ ജീവിതത്തിന്റെ ഭാഗമായി മാറുമെന്ന് മാത്രം. സ്മാർട്ട് ഫോണുകൾക്ക് പകരമായി ഈ ഡിവൈസുകൾ സ്ഥാനം പിടിക്കും എന്ന് പറയുമ്പോഴും 3 വെല്ലുവിളികളുണ്ട്. ഒന്ന്, പ്രൈവസിയെ കുറിച്ചുള്ള ആശങ്കയാണ്. നമ്മുടെ ഓരോ കാര്യങ്ങളും ട്രാക്ക് ചെയ്യപ്പെടും എന്നുള്ള ആശങ്ക മൂലം ആളുകൾ ഇത് ഉപയോഗിക്കുവാൻ മടിക്കും. സ്മാർട്ട് ഫോണിന്റെ ആദ്യകാലങ്ങളിൽ ഇത്തരം ആശങ്കകൾ ഉണ്ടായിരുന്നു എന്ന് ഓർക്കുമ്പോൾ ഇനി വരുന്ന ആധുനിക AI ഡിവൈസുകൾ സ്ഥാനം പിടിക്കുമോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താവുന്നതേ ഉള്ളൂ. രണ്ടാമത്തെ വെല്ലുവിളി വിലയാണ്. തുടക്കത്തിൽ ഈ ആധുനിക ഉപകരണങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത വിലയായിരിക്കും. അതുകൊണ്ട് വർഷങ്ങളെടുത്ത് മാത്രമേ സാധാരണക്കാരിലേക്ക് ഇവ എത്തുകയുള്ളൂ. ഈ സാങ്കേതിക വിദ്യകളുടെ ബഡ്ജറ്റ് വെർഷനുകൾ ഇറങ്ങുന്നതോടെ വ്യാപകമായി ആളുകളിലേക്ക് എത്തും. മൂന്നാമത്തേത് അഡാപ്റ്റേഷൻ ആണ്. പഴയ ജനറേഷൻ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുവാൻ വിമുഖത കാട്ടിയതുപോലെ ഇപ്പോൾ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന നമ്മിൽ പലരും പുതിയ സാങ്കേതിക വിദ്യ അംഗീകരിക്കുവാൻ വിമുഖത കാട്ടും. പക്ഷെ വളർന്നു വരുന്ന തലമുറയായിരിക്കും ഇവ ഉപയോഗിക്കുവാൻ മുൻപന്തിയിൽ നിൽക്കുന്നത്. അതുകൊണ്ട് 10 വർഷങ്ങൾക്കപ്പുറം സ്മാർട്ട് ഫോൺ പൂർണ്ണമായി അപ്രത്യക്ഷമാകുമോ എന്നുള്ള ചോദ്യത്തിന് ഇന്നത്തെ വ്യാപകമായ സ്ഥിതിയിൽ നിന്ന് അപൂർവമായ സ്ഥിതിയിലേക്ക് സ്മാർട്ട് ഫോൺ ചുരുങ്ങും എന്നുള്ള ഉത്തരമാണ് നൽകാൻ കഴിയുക. കൂടുതൽ സ്മാർട്ടായ, ലൈറ്റായ, പുറമെ നിന്ന് ദൃശ്യമല്ലാത്ത സാങ്കേതിക വിദ്യകൾ അതിന് പകരം സ്ഥാനം പിടിക്കും. ഇനി നിങ്ങളോടുള്ള ചോദ്യം ഇതാണ്:
പോക്കറ്റിൽ കൊണ്ടു നടക്കുന്ന സ്ക്രീനുകളോട് വിട പറയുവാൻ നിങ്ങൾ തയ്യാറാകുമോ? നിലവിൽ സാങ്കേതിക വിദ്യ നിങ്ങളുടെ കയ്യിലാണ്, പക്ഷേ ഭാവിയിൽ നിങ്ങളുടെ 360 ഡിഗ്രിയിലേക്ക് അത് എത്തും.